വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയിൽ രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നാണ് ആരോപണം. CPMകാരായ ബൂത്ത് ഏജന്റ് ഇല്ലാതെ SIR നടപടികൾക്ക് പോയതിന് അനീഷ് ജോർജിന് ഭീഷണി ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഒരു BLO ഇന്ന് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ BLAമാരായിട്ടുള്ളവരെയും കൂട്ടിയിട്ടാണ് വീടുകളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടേതല്ലാതെ മറ്റുള്ള പാർട്ടിക്കാരുടെ BLAമാരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് BLO ആയിട്ടുള്ള അനീഷ് ജോർജ്, ബൂത്ത് നമ്പർ 1, അദ്ദേഹത്തിന് നേരെ ഭീഷണി, സമ്മർദ്ദങ്ങളൊക്കെ പല ദിവസങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കാണപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബൈ ഇലക്ഷനിലൊക്കെ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി ശ്രീമതി ജയന്തി ടീച്ചർ, അവർക്ക് ആകെയുള്ള ഒരു വോട്ട് മാത്രമേ അവർക്കുള്ളൂ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ. ആ ഒരു വോട്ട് പോലും CPMകാർ തള്ളിച്ചിരിക്കുന്നു. ടീച്ചർ അപ്പീൽ കൊടുത്തു, പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി അവരുടെ പരാതി പോലും കേൾക്കാൻ തയ്യാറായില്ല. കുറച്ച് ദിവസം മുമ്പ് നമുക്ക് രണ്ടാമതും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുണ്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ കൊടുത്തു, ഹിയറിംഗിന് ഹാജരായി. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി ആ ഹിയറിംഗ് ദിവസം ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസിൽ ഉണ്ടായില്ല. അവരുടെ ഹിയറിംഗ് നടത്താൻ പോലും തയ്യാറായില്ല. നമുക്കുള്ള ആകെയുള്ള ഒരു വോട്ട് പോലും നിഷേധിക്കുന്ന ഒരു സമീപനം CPMന്റെ ഇത്തരം ശക്തിദുർഗമായ സ്ഥലങ്ങളിൽ നടപ്പിലാക്കുന്നു എന്നുള്ളത് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ എത്രമാത്രം ഈ പാർട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായ 2 തെളിവുകളാണ് ഈ 2 കാര്യങ്ങൾ. മിഥുൻ പിള്ള ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മിഥുൻ, ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്, തൂങ്ങി മരിച്ച നിലയിൽ വീട്ടിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മാത്രമല്ല, ഇപ്പോൾ രാഷ്ട്രീയ കാരണങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് വെളിപ്പെടുത്തലുകൾ വരുന്നത്. ഇതിനു മുൻപ് പറഞ്ഞത് ജോലി സമ്മർദ്ദമായിരുന്നു എന്നാണ്. പക്ഷേ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പോലും പറയുന്നത് അത്തരത്തിലുള്ള പരാതികളൊന്നും ലഭിച്ചിരുന്നില്ല എന്ന്. മാത്രമല്ല, ചില വളരെ നിർണായകമായ കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാണ് എന്നുള്ള ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്കുള്ള ചില തെളിവുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ? തീർച്ചയായും ദേവി, അത് തന്നെയാണ്. ഇന്ന് രാവിലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് അനീഷ് ജോർജ് എന്ന BLOയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അദ്ദേഹം സ്കൂളിലെ ഒരു പ്യൂൺ കൂടിയായിരുന്നു, കുന്നര സ്കൂളിലെ പ്യൂൺ കൂടിയായിരുന്നു. മരണത്തിന് പിന്നാലെ CPM ആണ് ഇത് SIRന്റെ സമ്മർദ്ദമാണ് എന്നൊരു ആരോപണവുമായി ആദ്യം രംഗത്ത് വന്നത്. എന്നാൽ അതല്ല കാരണം. CPMകാരായ ബൂത്ത് ലെവൽ ഏജന്റുമാരെ കൂട്ടാതെ അനീഷ് ചില വീടുകളിൽ SIR നടപടിക്രമങ്ങളുടെ ഭാഗമായി പോയിരുന്നു. അതിന്റെ പേരിൽ അനീഷ് ജോർജ് ഭീഷണികൾ നേരിട്ടിരുന്നു. അതിന്റെ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ആരോപണമാണ് ഈ ഒരു നിമിഷം ഉയർന്നു വരുന്നത്. മാത്രമല്ല, ഈ അനീഷ് ജോർജ് തീർത്തും ഒരു അന്തർമുഖനായ വ്യക്തിയാണ്. അധികം ആളുകളോടൊന്നും തന്നെ സൗഹൃദം ഉണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ ഈ ഒരു ഭീഷണി കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ സാധിച്ചിരുന്നില്ല എന്നൊരു വിമർശനം തന്നെയാണ് ഉയർന്നു വരുന്നത്. ആ ഒരു മരണത്തെ, BLOയുടെ മരണത്തെ വളരെ പെട്ടെന്ന് തന്നെ CPMന്റെ പ്രാദേശിക നേതാക്കൾ അടക്കം അത് SIRന്റെ സമ്മർദ്ദം കൊണ്ടാണ് എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പരാതി അനീഷ് ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന് ചോദിക്കാനായി കണ്ണൂർ ജില്ലാ കളക്ടറെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലൊരു പരാതി തനിക്ക് ലഭിച്ചിട്ടില്ല. മരണത്തെ സംബന്ധിച്ച് വ്യക്തമായ എന്താണ് ഈ മരണത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പോലീസിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് കളക്ടർ നമ്മോട് വ്യക്തമാക്കിയത്. അതിനിടെ തന്നെയാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും CPMനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. ഈ CPM ഭൂരിപക്ഷ മേഖലകളിൽ ഇത്തരത്തിൽ BLOമാർ വലിയ സമ്മർദ്ദം നേരിടുന്നു എന്നതിന്റെ സൂചന തന്നെയാണ് ഈ സംഭവം എന്നൊരു വിമർശനമാണ് പ്രധാനമായും ഉയരുന്നത്. ദേവിക.